ഹലോ, നമസ്കാരം. നമ്മൾ കൗൺസിലിങ്ങിൽ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്നിരിക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു, നമ്മൾ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ട് എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരാൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തി നമ്മളൊരു കൗൺസിലിങ്ങിന് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഈ കൊണ്ടുവരുന്ന ആള് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്കല്ലേ പ്രശ്നമുള്ളത്, അപ്പോൾ ഇവരല്ലേ തെറാപ്പി എടുക്കേണ്ടത്, ഇവർക്കല്ലേ ഡിസോർഡർ ഉള്ളത്, അപ്പോൾ ഇവരല്ലേ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഞാനല്ലല്ലോ, ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് പനി വരുവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പോൾ നമ്മൾ അതിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മളതിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ കറക്റ്റ് ആണ്. പക്ഷേ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു മൂവി കാണാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സീൻ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ അഫക്റ്റ് ചെയ്യും, അല്ലെ? അതിലുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നില്ല, അവർ നമ്മുടെ ആരുമല്ല. എന്നിട്ട് പോലും നമ്മൾ പക്ഷെ ഒരുപാട് പൊട്ടിച്ചിരിക്കും, നമ്മൾ വലിയ രീതിയിൽ കരയും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയാണ് നമ്മളോടുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നവരുടെ ചിന്തകളും അവരുടെ പ്രവർത്തികൾ, അവരുടെ സംസാരം, അതെല്ലാം തന്നെയും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഇവരുടെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ പല വ്യത്യാസങ്ങളും വന്നു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും, ഇനി ഇവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് എങ്ങനെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇവരോട് ഇടപഴകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ മാനസികാരോഗ്യം വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഒരു അവയർനെസ് ലഭിക്കാനും, പഴയ രീതിയിലുള്ള കാര്യങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് ഹീലിംഗ് വരുത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കൗൺസിലിംഗ് എടുക്കണം. ഇതൊരു ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇതൊരു ഡിസോർഡർ ആണ്, അത് ഡയഗ്നോസ് ചെയ്യുക, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ള രീതിയിലൊന്നുമല്ല. നേരെ മറിച്ച് നമ്മുടെ മാനസികാരോഗ്യം വളരെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്താലായിരിക്കും വളരെ നന്നായിട്ടിരിക്കുക എന്നുള്ള ഒരു അവയർനെസ് കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ ഒക്കെ നമുക്ക് അത്തരത്തിൽ കാര്യങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെയധികം സമാധാനപരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്.